നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് അരി കാസറോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം, പച്ചരി എടുക്കരുത്. ചോറ് വെക്കുന്ന അരി നമുക്ക് ഏത് വേണമെങ്കിലും എടുത്തിട്ട് അതിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കണ്ട, ഇതുപോലെ ഹാഫ് കുക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ നേരത്തെ അരി കഴുകിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി സ്റ്റെയിനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരക്കണം. അപ്പോൾ ഇത് ഞാൻ 3 ബാച്ചായിട്ടാണ് അരക്കുന്നത്. ആദ്യത്തെ ബാച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് തരിതരിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഫുള്ള് നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരക്കണ്ട, ഇതുപോലെ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് എന്തായാലും ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് ഓരോ ബാച്ചിലും ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ 2ാമത്തെ ബാച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൾസ് മോഡിൽ ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2ാമത്തെ ബാച്ചും അരച്ചിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചിട്ടും ചെയ്യാൻ പറ്റും. ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അതിലാകുമ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. 3ാമത്തെ ബാച്ചിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. 1/2 കപ്പ് തേങ്ങയും പിന്നെ ഇതാ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. വലുതായതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. ഇതും ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ അരക്കുന്നത്. അപ്പോൾ ഇതാ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ അരച്ചതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അരക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിയും പിന്നെ 1/2 കപ്പ് മൈദയും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിൽ ഇത്രയും അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് കറക്റ്റ് പാകത്തിന് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പാകം. അപ്പോൾ ആ ഒരു പാകത്തിൽ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വാഴയിലയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കുറച്ച് നെയ്യാക്കി കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പരത്തുന്ന സമയത്ത് അധികം നേരിയതുമല്ല എന്നാൽ അധികം കട്ടിയല്ലാത്ത ആ ഒരു രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. പൂരിയെല്ലാം പൊങ്ങി വരുന്ന പോലെ തനിയെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡും കൂടി നമുക്ക് എണ്ണയിൽ തന്നെ വെച്ചാൽ ആ സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാലേ നമുക്കിതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ചിക്കൻ കറീൻ്റെയോ ബീഫ് കറീൻ്റെയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആകാത്തവരൊക്കെ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.